ദ സൈക്കോളജി ഓഫ് മണി. ഈ ബുക്ക് എല്ലാവരും കേട്ട് കാണില്ലേ? മോർഗൻ ഹസലിന്റെ ഈ ഒരു ബുക്ക് ലോക പ്രശസ്തമാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കുന്നത് മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ ഫോർമുലാസും മാത്തമാറ്റിക്സ് ആണെന്ന്. പക്ഷെ ആ ഓത്തർ പറഞ്ഞിരിക്കുന്നത് ഡൂയിങ് വെൽ വിത്ത് മണി ഹാസ് എ ലിറ്റിൽ ടു ഡു വിത്ത് ഹൗ യു സ്മാർട്ട് യു ആർ ആൻഡ് എ ലോട്ട് ടു ഡു വിത്ത് ഹൗ യു ബിഹേവ്. അതായത് നിങ്ങൾ എത്ര പഠിച്ചു എന്നതിനേക്കാൾ പണത്തോട് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഈ ബുക്കിലെ കുറെ കീ ലെസൺസ് ഉണ്ട്. ആ കീ ലെസൺസ് ഒക്കെ നമുക്ക് വെച്ച് സംസാരിക്കാം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇയാൾക്ക് എന്താ പ്രാന്താണോ, എന്തിനാണ് ഇത്രയൊക്കെ പണം ഇങ്ങനെ ചെലവാക്കണേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ബട്ട് ദ ട്രൂത്ത് ഈസ് നോ വൺ ഈസ് ക്രേസി. നമ്മൾ ഓരോരുത്തരും വ്യത്യാസമായ ജനറേഷനിൽ നിന്ന്, വ്യത്യാസമായ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വളർന്നവരാണ്. അതായത് റിസഷൻ കണ്ടു വളർന്ന ഒരാൾ പണത്തെ കാണുന്ന പോലെയല്ല ഒരു എക്കോണമി ബൂം കാലത്ത് ജനിച്ച ഒരാൾ പണത്തെ കാണുന്നത്. ഓരോരുത്തരും അവരുടെ ജീവിത അനുഭവങ്ങൾ വെച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് ശരിയായിരിക്കും. സോ ഡോണ്ട് ജഡ്ജ് ദോസ് ഫിനാൻഷ്യൽ ചോയ്സസ്. കാരണം അവരുടെ പേഴ്സ്പെക്റ്റീവ് നമുക്കറിയത്തില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായി പറയുന്നത് ലക്ക് ആൻഡ് റിസ്കിനെയാണ്. ഇതിന് മോർഗൻ ഹസൽ ബിൽഗേറ്റ്സിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 1968 ലോകത്ത് 300 മില്യൺ ഹൈസ്കൂൾ ഏജ് കുട്ടികളുണ്ടായിരുന്നു. അതിൽ ബിൽഗേറ്റ്സ് പഠിച്ച സ്കൂളിൽ മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് എ 1 in a million ലക്ക്. അതുപോലെ തന്നെയാണ് റിസ്ക്കും. നമ്മൾ വിജയിക്കുമ്പോൾ അത് വെറും ഹാർഡ് വർക്ക് ആണെന്ന് അഹങ്കരിക്കരുത്. അവിടെ നമുക്കറിയാതെ തന്നെ ലക്കിന്റെ ഒരു കളി കൂടി ഉണ്ട്. അതുപോലെ തന്നെ പരാജയപ്പെടുമ്പോൾ തളരരുത്. ചിലപ്പോൾ നിങ്ങളെടുത്ത ഡെസിഷൻ ശരിയായിരിക്കാം. ഒരുപക്ഷെ റിസ്ക് ഫാക്ടർ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. സോ ബി ഹംബിൾ ഇൻ സക്സസ് ആൻഡ് ഫോർഗിവിംഗ് ഇൻ ഫെയിലിയർ. നിനക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഈ പണമുള്ള ആൾക്കാര് അവർക്ക് ആവശ്യമില്ലാത്ത കൂടുതൽ പണത്തിന് വേണ്ടി അവരുടെ കയ്യിലുള്ള വിലപ്പെട്ട കാര്യങ്ങൾ പണയപ്പെടുത്തുമ്പോഴാണ്. ഇതിനെയാണ് നെവർ ഇന്നോ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആരാന്നറിയോ? സോഷ്യൽ കമ്പാരിസൺ. അതായത് അയൽക്കാരൻ ഒരു പുതിയ ലക്ഷറി കാർ മേടിച്ചാൽ നമ്മുടെ വയറ് കത്തിട്ട് നമ്മൾ പോയി മേടിക്കും. അങ്ങനെ അതിന്റെ പിന്നാലെ ഓടരുത്. യു ഹാവ് ടു ഫൈൻഡ് യുവർ ഇന്നോ. നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ ആവശ്യമായ പണം ഉണ്ടെങ്കിൽ അനാവശ്യമായ മത്സരത്തിന് പോകരുത്. ഹാപ്പിനെസ് ഇസ് ജസ്റ്റ് റിസൾട്ട്സ് മൈനസ് എക്സ്പെക്ടേഷൻസ്. ആൻഡ് നിങ്ങൾക്കറിയോ, വാരൻ ബഫറ്റിന്റെ ടോട്ടൽ വെൽത്തിന്റെ 90% ഉണ്ടായത് അദ്ദേഹത്തിന്റെ 65 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഹി ഈസ് നോട്ട് ജസ്റ്റ് എ ഗ്രേറ്റ് ഇൻവെസ്റ്റർ, ഹി ഹാസ് ബീൻ എ കൺസിസ്റ്റന്റ് ഇൻവെസ്റ്റർ ഫോർ 75 years. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രികത. പലരും പണം പെട്ടെന്ന് ഡബിൾ ആക്കാൻ നോക്കും. ബട്ട് മണി ഈസ് ലൈക്ക് എ ട്രീ, ഇറ്റ്സ് ടേക്ക് ടൈം ടു ഗ്രോ. നിക്ഷേപത്തിൽ ഏറ്റവും പവർഫുൾ ആയ കാര്യം ഹൈ റിട്ടേൺസ് അല്ല, അത് ടൈമാണ്. ലീനിയർ ഗ്രോത്തിനേക്കാൾ എപ്പോഴും പവർഫുൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്താ. സോ ഇന്ന് തന്നെ തുടങ്ങുക, എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടത് റിസ്ക് എടുക്കാനുള്ള ധൈര്യം വേണം, ഒപ്റ്റിമിസം വേണം. എന്നാൽ പണക്കാരനായി തുടരാൻ, സ്റ്റേയിങ് വെൽത്തിയായിട്ട് തുടരാൻ നിങ്ങൾക്ക് വേണ്ടത് ഹ്യൂമിനിറ്റി ആൻഡ് ഫിയറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേ ആൾക്കാർ പെട്ടെന്ന് റീച്ച് ആവും, പക്ഷെ അതേ വേഗത്തിൽ പരാജയപ്പെടും. സിമ്പിളായിട്ട് പറഞ്ഞ ആർക്കേ ലോട്ടറി അടിച്ചാൽ അവർ പെട്ടെന്ന് പൈസക്കാരെ പോലെ നടന്നുകൊണ്ടിരിക്കും. അതന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നോക്കിയാൽ അവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിക്കാം. കാരണം അവർക്ക് പണം കിട്ടി, പക്ഷെ അത് സൂക്ഷിക്കാൻ പഠിച്ചില്ല. സ്റ്റേയിങ് വെൽത്തി റിക്വയർസ് എ സർവൈവൽ മൈൻഡ് സെറ്റ്. ഈ കാര്യം ഓർത്തിക്കിട്ടാ, കഴിഞ്ഞ കാലത്തെ വിജയം ഭാവിയിൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. എപ്പോഴും ബിസിനസ്സിലായാലും ഇൻവെസ്റ്റ്മെന്റിലായാലും 100 കാര്യങ്ങൾ ശരിയാകണമെന്നില്ല. ഇതിനെയാണ് ടെയിൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. പല വലിയ കമ്പനീസും വിജയിക്കണത് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണതുകൊണ്ടല്ല. അവർ ചെയ്യുന്ന 10 കാര്യങ്ങളിൽ 1-2 മാത്രം സൂപ്പർ ഹിറ്റ് ആവും. ആ ഒരൊറ്റ വിജയം ബാക്കി 8 പരാജയങ്ങളിൽ മറികടക്കുന്നു. സോ യു ക്യാൻ ബി റോങ് ഹാഫ് ഓഫ് ദ ടൈം ആൻഡ് സ്റ്റിൽ മേക്ക് എ ഫോർച്യൂൺ. ഇതിൽ പ്രധാനം കളിയിൽ നിന്ന് പുറത്താകാതെ പിടിച്ചു നിൽക്കുക എന്നതാണ്. ഈ പണം നൽകുന്ന ഏറ്റവും വലിയ സൗകര്യം എന്താണെന്നറിയോ?
അത് ആഡംബരമൊന്നല്ല, മറിച്ച് ഫ്രീഡമാ. The highest form of the wealth is the ability to wake up every morning and say, I can do whatever I want today. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബോസിന് കീഴിൽ ജോലി ചെയ്യാതിരിക്കാൻ പണം നിങ്ങളെ സഹായിക്കണം. പണത്തെ കൊണ്ട് സമയത്തെ വാങ്ങുക എന്നതാണ് സാമ്പത്തിക വിജയത്തിന് യഥാർത്ഥ അർത്ഥം. കൺട്രോൾ ഓവർ ടൈം ഇസ് ദ ഹയസ്റ്റ് ഡിവിഡൻഡ് മണി പീസ്. നിങ്ങൾ റോഡിലൊരു ഫെറാറി കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ കാർ ഓടിക്കുന്ന ആള് വലിയ ആളായിരിക്കുമോ എന്നല്ല, മറിച്ച് ഞാൻ ആ കാറിലിരുന്ന ആളുകൾ എന്നെ വലിയ ആളായി കാണും എന്നതാണ്. ഇതാണ് പാരഡോക്സ്. നമ്മൾ വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം. എന്നാൽ സത്യത്തിൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കണില്ല, അവരെ ആ സാധനത്തെ മാത്രം നോക്കണുള്ളൂ. Humility, kindness and empathy will bring you more respect than any luxury object. നമ്മൾ പലപ്പോഴും ഒരാൾക്ക് പണമുണ്ടോ എന്ന് അളക്കുന്നത് അയാളുടെ കാറും വാച്ചും വീടും ഒക്കെ നോക്കിയിട്ടാണ്. എന്നാൽ മോർഗൻ ഹോസൽ പറയണത് വെൽത്ത് ഇസ് ദ മണി ദാറ്റ് ഹാസ് ഇറ്റ് ബീൻ സ്പെൻഡ് എന്നാണ്. പുറമേ കാണിക്കുന്ന ആഡംബരത്തെ റിച്ച്നെസ് എന്ന് വിളിക്കുക, എന്നാൽ യഥാർത്ഥ വെൽത്ത് എന്നത് ഇൻവിസിബിളാണ്. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും ഇൻവെസ്റ്റ്മെന്റിലും ഇരിക്കുന്ന പണം മാത്രമാണ്. അത് നിങ്ങൾക്ക് ഭാവിയിൽ നൽകുന്ന ഒരു ഓപ്ഷനുകൾ മാത്രമാണ്. Spending money to show people how much money you have is the fastest way to have less money. പലരും ചോദിക്കും ഇങ്ങനെ, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്നൊക്കെ. നമ്മൾ സമ്പാദിക്കാൻ ഒരു കാരണം വേണമെന്ന് നിർബന്ധമില്ല. സേവ് ഫോർ ദ സേക്ക് ഓഫ് സേവിങ് ഇസ് എ ഗ്രേറ്റ് ഐഡിയ. കാരണം നമ്മുടെ ലൈഫ് അൺപ്രഡിക്റ്റബിളാണ്. നാളെ ഒരു സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ നിങ്ങളെ രക്ഷിക്കുന്നത് ഈ സമ്പാദ്യമായിരിക്കും. നമ്മൾ പണം കരുതി വെക്കുന്നത് നിങ്ങളുടെ ഭാവിയിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകും. നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും 100% റേഷണൽ അഥവാ ലോജിക്കൽ ആകാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ റോബോട്ടുകളല്ല. പകരം റീസണബിളായ തീരുമാനങ്ങൾ എടുക്കുക. അതായത് നിങ്ങൾക്ക് രാത്രി സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ മാത്രം എടുത്താൽ മതി. കണക്കുകൾ പ്രകാരം ലാഭം കുറവാണെങ്കിലും നിങ്ങളുടെ മാനസിക സമാധാനത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ് തരുന്നത്. ബീങ് റീസണബിൾ ഇസ് മോർ സസ്റ്റൈനബിൾ ദാൻ ബീങ് കോൾഡ് ബ്ലഡഡ്ലി റേഷണൽ. എപ്പോഴും എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുമെന്ന് ഒരിക്കലും കരുതരുത്. ഇതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ പ്ലാൻ തെറ്റിയാൽ എന്ത് സംഭവിക്കും എന്നതിന് ഒരു പ്ലാൻ ബി എപ്പോഴും ഉണ്ടായിരിക്കണം കയ്യിൽ. സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നാൽ അല്ലെങ്കിൽ ജോലി പോയാൽ നിങ്ങളുടെ ജീവിതം തകരാത്ത രീതിയിലുള്ള ഒരു കരുത്തൽ നമ്മുടെ കയ്യിലുണ്ടാകണം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എവറി പ്ലാൻ ഈസ് പ്ലാനിങ് ഓൺ യുവർ പ്ലാൻ, നോട്ട് ഗോയിങ് അക്കോർഡിംഗ് ടു പ്ലാൻ. നമ്മൾ 20 വയസ്സിൽ കാണുന്ന സ്വപ്നമല്ല നമുക്ക് 40 വയസ്സാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് എൻഡ് ഓഫ് ഹിസ്റ്ററി ഇല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു സാമ്പത്തിക തീരുമാനം എടുക്കുമ്പോൾ അത് മാറ്റമില്ലാത്ത ഒന്നായി കാണരുത്. കാലത്തിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാൻ എപ്പോഴും റെഡിയായിരിക്കണം. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ അത് റീ എവല്യൂട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, അവസാനമായി പണത്തിൻ്റെ മനഃശാസ്ത്രം ഓർ സൈക്കോളജി ഓഫ് മണി നമ്മളെ പഠിപ്പിക്കുന്നത് manage your money in a way that helps you sleep at night. Be humble, be patient, be simple. പണം ഒരു നല്ലൊരു വേലക്കാരനാണ്, പക്ഷെ ഒരു മോശമായ യജമാനു കൂടിയാ. Okay, I am Rohit. These are my stupid thoughts. Bye bye, bye bye, bye bye, bye bye. Love you.